ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സാമ്പാറാണ് ഷെയർ ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് എങ്ങനെ ഒരു സാമ്പാർ നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് ഉണ്ടാക്കാമെന്ന ഒരു റെസിപ്പിയാണ് ഞാനിപ്പോൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, എന്നാൽ വളരെ ടേസ്റ്റുമാണ്. ഇതുപോലെ ഒന്നും സാമ്പാർ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ, അപ്പോൾ മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ കൊണ്ടാണ് സാമ്പാർ ഉണ്ടാക്കിയിരിക്കുന്നത്, എല്ലാ വെജിറ്റബിൾസും ഒന്നുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 മുരിങ്ങയ്ക്ക എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ചേർക്കുന്നുണ്ടാവില്ലെന്ന് തോന്നുന്നു. ഞാൻ ഒരു മീഡിയം കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്, അത് ചതച്ചാണ് ഇതിനകത്തേക്ക് ചേർക്കുന്നത്. പിന്നെ ഒരു വലിയ പച്ചമുളക്, എരിവിനുള്ള പച്ചമുളക് നിങ്ങൾ ചേർക്കുക. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഞാൻ ഒരു സവാളയും കൂടി ഇതിൽ ചേർക്കും. പിന്നെ 2 തക്കാളി, കുറച്ച് ബീൻസ്, പിന്നെ ഒരു പച്ചക്കായ, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു 4 വെണ്ടയ്ക്ക. ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് നമുക്ക് കുറച്ച് മല്ലിയില വേണം, കുറച്ച് വേപ്പില, പിന്നെ പുളി. ഞാൻ ആവശ്യത്തിനുള്ള പുളിക്ക് ആവശ്യമുള്ളത് നിങ്ങളെടുക്കുക. അത് ഞാൻ വെള്ളത്തിൽ ഇട്ടിരിക്കണതാണ്, വാളംപുളിയാണ് കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും പുളി, ചിലർ മാങ്ങ അതൊക്കെ ചേർക്കാറുണ്ട്. എനിക്കറിയില്ല കേട്ടോ, മാങ്ങ ചിലർ ചേർക്കുമെന്ന് പറയുന്നത്. അത് ചേർത്താൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. വാളംപുളി തന്നെയാണ് ഇതിന് നല്ലത്. പിന്നെ വേണ്ടത് ഞാനൊരു 100 ഗ്രാം സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്, അതായത് തുവരപ്പരിപ്പ്. ചിലർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പരിപ്പ് എടുത്ത് ചെയ്യാവുന്നതാണ്. മസൂർ ദാലോ അല്ലെങ്കിൽ പിന്നെ ഗ്രീൻ പീസ് പരിപ്പോ, എന്തെങ്കിലും ഇഷ്ടമുള്ള പരിപ്പ് നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ചുള്ളത് ഇതിലേക്ക് ചേർക്കുക. ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിൽ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചെടുക്കണം, എന്നാലേ ഇത് സാമ്പാറിൽ നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഞാൻ ഇതിലേക്ക് പരിപ്പിന് വേണ്ട ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ വേവിച്ചെടുത്തിരിക്കുന്നത്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. എന്നിട്ട് കുക്കറിലാണ് ഞാൻ വെജിറ്റബിൾസ് വേവിക്കാൻ പോകുന്നത്. വെജിറ്റബിൾ വേവിക്കുന്നതിന് മുന്നേ നമുക്കൊരു മസാല റെഡിയാക്കി എടുക്കണം. അതിന് ഞാൻ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഞാനൊരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഞാനൊരു 3 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർക്കുന്നുണ്ട്. അത് ഞാനിവിടെ ചേർക്കുന്നത് ബ്രാഹ്മിൺസ് സാമ്പാർ പൗഡറാണ്. ഞാനിത് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതാണ്, വളരെ നല്ലതാണ്. എനിക്കിഷ്ടമാണ് ഈ പൗഡറിട്ട് സാമ്പാർ ഉണ്ടാക്കിയാൽ. അതുകൊണ്ട് ഞാനത് 3 ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും ചേർക്കുന്നുണ്ട്. കായപ്പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സാമ്പാർ പൊടി ചേർത്താൽ കായം ചേർത്തതിൻ്റെ ടേസ്റ്റൊക്കെ തന്നെയാണ്. പിന്നെ ഞാൻ എന്നാലും കുറച്ച് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് പൗഡറെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് സ്റ്റൗ കത്തിച്ച് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യാം. പൊടിയൊന്നും കൂടുതൽ ചൂടാവരുത്, എന്നാൽ പൊടിയൊന്ന് നന്നായിട്ട്, ഈ പൗഡറെല്ലാം നന്നായിട്ടൊന്ന് ചൂടാവണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ചൂടാവുമ്പോൾ ഒരു മണം വരും. അപ്പോഴേ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ പാൻ മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ പാനിൽ തന്നെ ഇരുന്നത് ചൂടായിക്കൊള്ളും. അപ്പോൾ നമുക്ക് കുക്കറിലേക്ക് തക്കാളി ചേർക്കാം, പിന്നെ ഉരുളക്കിഴങ്ങ്, പച്ചക്കായ, പിന്നെ സവാള. ഞാൻ വലുതാക്കിയാണ് എല്ലാം അരിഞ്ഞിരിക്കുന്നത്. പിന്നെ മുരിങ്ങയ്ക്ക, പിന്നെ ഇതിലേക്ക് ക്യാരറ്റ്, പിന്നെ ബീൻസ്, പച്ചമുളക്, പിന്നെ ഞാൻ വെണ്ടയ്ക്ക ഇപ്പോഴല്ല ചേർക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇഞ്ചി ചതച്ചിട്ട് അതിൻ്റെ മീതിലേക്ക് ഇട്ടു. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്തു. അതിനുശേഷം നമ്മൾ ചൂടാക്കി വെച്ച മസാലപ്പൊടികളും ചേർത്തിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. ഞാൻ മസാല ഫ്രൈ ചെയ്ത പാനിൽ തന്നെയാണ് കഴുകിയിട്ട് വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ചത്. എന്നിട്ട് വെജിറ്റബിളിൻ്റെയൊക്കെ താഴെ നിൽക്കത്തക്കോണം വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. 3 വിസിൽ വരുമ്പോൾ തന്നെ അത് സ്റ്റീം കളഞ്ഞിട്ട് തുറക്കുക. അപ്പോൾ കറക്റ്റ് പാകത്തിന് വെന്തിരിക്കും, കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയില്ല. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ഉടഞ്ഞ് പോകണമെന്നുണ്ടെങ്കിൽ 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം
അതിൽ തന്നെ വെച്ചിട്ട് കുക്കറിൽ തന്നെ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്താലും മതിയാകും. ഞാനിത് 3 വിസിൽ കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റീം കളഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പോൾ എല്ലാ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും, പക്ഷേ ഉടഞ്ഞു പോവില്ല. പച്ചക്കറികളെല്ലാം വേവനുസരിച്ചാണ് ഞാൻ കുക്കറിലോട്ട് ചേർത്തത്. തക്കാളി പെട്ടെന്നൊന്ന് നന്നായിട്ട് ഉടയാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ചേർത്തത്. അപ്പോൾ നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഞാൻ ഇതൊരു മൺചട്ടിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളക്കോളം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്യാം. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളവും കൂടി ചേർക്കണം. നമ്മളിനി പരിപ്പൊക്കെ ചേർക്കുമ്പോഴേക്കും കുറച്ച് തിക്കാവും. അപ്പോൾ അതുകൊണ്ട് കണ്ടോ, കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് കാണാം. അപ്പോൾ നമുക്ക് പരിപ്പ് ചേർക്കുമ്പോൾ കുറച്ച് തിക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ചുറ്റിച്ച് ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർക്കേണ്ടി വരും. കാരണം ഇത് കുറച്ച് ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കാവും. അതുകൊണ്ട് ഞാൻ കുക്കറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് കവർ ചെയ്ത് നമുക്കൊരു 5 മിനിറ്റ് കുക്ക് ചെയ്യാം. 3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കുക. തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടക്കായ മുറിച്ച് ചേർക്കാം. അപ്പോൾ 3 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെണ്ടക്കായ ചേർത്തില്ല. നന്നായിട്ട് വെട്ടി തിളക്കുമ്പോഴാണ് വെണ്ടക്കായ ചേർക്കേണ്ടത്. അപ്പോൾ ഇത് വഴുക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടും, ഉടഞ്ഞും പോവില്ല. അപ്പോൾ ഞാനിത് മൂടി വെച്ച് 2 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ആ വെണ്ടക്കായ ചേർത്തായിരുന്നു. ആ ഭാഗം ഇതിനകത്തുനിന്ന് സ്കിപ്പ് ചെയ്ത് പോയി. അതിനുശേഷം ഞാനൊരു 3 മിനിറ്റ് വെണ്ടക്ക വേകാൻ വേണ്ടിയിട്ട് മൂടി വെച്ചായിരുന്നു. അപ്പോൾ വെണ്ടക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, ഈ വെണ്ടക്കായൊക്കെ നല്ല പച്ച നിറത്തിലിരിക്കുകയും ചെയ്യും, വേവുകയും ചെയ്യും നന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ അവസാനം വരെ കുറച്ച് നേരം കൂടി കുക്കാവുമല്ലോ. അപ്പോൾ ഈ വെണ്ടക്കായൊക്കെ നല്ല കറക്റ്റായിട്ട് പാകമാകും. അപ്പോൾ ഇനി നമുക്ക് ഈ പരിപ്പ് ചേർത്ത് കൊടുക്കാം. പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പരിപ്പ് ചേർത്ത് കഴിയുമ്പോഴേക്കും ഗ്രേവി നന്നായിട്ടൊന്ന് തിക്കാവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ തിക്കാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ചേർത്ത് അഴിപ്പിച്ചെടുക്കാം. പിന്നെ നമ്മൾ പുളിവെള്ളം ചേർത്തിട്ടില്ല. പുളിവെള്ളം ഞാൻ ഈ പരിപ്പിൻ്റെ പാത്രത്തിലേക്ക് ഇട്ടിട്ട് അഴിപ്പിച്ച് ഇതിലേക്ക് ഒഴിക്കുകയാണ്. പുളിവെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്ത് തിളക്കുന്നത് വരെ കുക്ക് ചെയ്യണം. നന്നായിട്ട് പരിപ്പും ഈ ഗ്രേവി എല്ലാം കൂടി നന്നായിട്ട് യോജിക്കണം പച്ചക്കറിയുമായിട്ട്. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറായിരിക്കും. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് നല്ല കുറുകി. ഇപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് പാകമാകണോ എന്ന് നോക്കാം. പിന്നെ പുളി പോരെങ്കിൽ വീണ്ടും നമുക്ക് വാളംപുളി പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. നിങ്ങളുടെ കറക്റ്റ് പാകത്തിന് പുളി ചേർക്കുക. ഞാൻ ഇതിലേക്ക് ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് പോരെന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്തിട്ട് മൂടി വെച്ച് ഒരു 3 മിനിറ്റ് കൂടി കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ 3 മിനിറ്റ് സമയം കൊണ്ട് കുറച്ച് കടുക് വറുത്തൊക്കെ എടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച്, ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് എല്ലാം നന്നായിട്ട് പൊട്ടി കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. കടുക് നന്നായിട്ടെല്ലാം പൊട്ടിയതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ബ്രൗൺ റൈസ് എടുത്തിട്ടുണ്ട്. നമ്മളുടെ കുത്തരി, അത് ഉണക്കലരി, അതാണ് ഞാൻ ഇതിലേക്ക് ഇനി ചേർക്കാൻ പോണത്. 1 ടേബിൾ സ്പൂൺ ഉണക്കലരി ഇതിനകത്തേക്ക് ചേർത്തിട്ട് ഈ അരി എല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എല്ലാം പൊട്ടിക്കഴിയണം, പൊട്ടാത്ത അരി ഉണ്ടാവരുത്. അപ്പോൾ എല്ലാം എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് എല്ലാം വേഗം പൊട്ടും. അത് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഞാനൊരു 15 ചെറുള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോവാണ്.
ഈ അരി ഇങ്ങനെ വറുത്ത് ചേർത്താൽ ഈ സാമ്പാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിതുപോലെ ചെയ്തൊന്ന് നോക്കുക, അപ്പോൾ മനസ്സിലാവും. എന്നിട്ട് ഈ ചെറുള്ളിയിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇപ്പോൾ ചേർക്കുക. ഒരു 3-4 ഞെട്ട് വേപ്പില, കുറച്ച് കൂടുതൽ ചേർക്കുക. ഫ്രഷ് വേപ്പില ആയിരിക്കണം. അത് ഉള്ളിയുടെ ഒപ്പം തന്നെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നത് വരെ വറുക്കുക. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളുടെ സാമ്പാർ എങ്ങനെയായി നോക്കാം. സാമ്പാറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ മൂടി വെച്ച് 3 മിനിറ്റ് കുക്ക് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി ചോപ്പ് ചെയ്തത് തൂവി കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മല്ലിയിലേക്ക് ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ചിലർ ഇതിനകത്ത് മല്ലിയില ചേർക്കില്ല, അത് ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചേർക്കണ്ട. പക്ഷേ മല്ലിയിലയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഈ സാമ്പാർ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. മല്ലിയില ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കടുക് വറുത്തത് ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വറ്റൽമുളകും കൂടി മൂപ്പിച്ച് ചേർക്കാം കേട്ടോ. ഞാനത് ചേർത്തിട്ടില്ല. വറ്റൽമുളക് ചേർക്കണമെന്നുള്ളവർക്ക് കടുക് പൊട്ടി പിന്നെ അരി മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് വറ്റൽമുളക് ചേർക്കണം. ആദ്യമേ വറ്റൽമുളക് ചേർത്ത് കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ വറ്റൽമുളക് ചേർക്കാൻ താല്പര്യമുള്ളവർ അരി മൂപ്പിച്ചതിന് ശേഷം വറ്റൽമുളക് ചേർക്കുക. അപ്പോൾ ഞാൻ ആ വറവെല്ലാം ഇതിൻ്റെ പുറത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. ഇത് മിക്സ് ചെയ്യാതെ ഇരിക്കരുത്. മീതെ തന്നെ വെച്ചിട്ട് മൂടി വയ്ക്കാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വയ്ക്കുക. അപ്പോഴേ നമ്മൾ ആ വറുത്ത അരിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ചേരുള്ളൂ. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചിട്ട് സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തിട്ട് ചട്ടിയുടെ ചൂടിലാണത് ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്നത്. മൺചട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ ഓഫ് ചെയ്താലും കുറേ നേരം അത് ആ തിളച്ച ചൂട് തന്നെ നിലനിൽക്കും. അപ്പോൾ ഞാനിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തിളയൊക്കെ ആറി, തിളച്ചുകൊണ്ടിരുന്നതൊക്കെ ആറിയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഇത്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഞാനിത് സാധാരണ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്താണോ അതിട്ടാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ സാമ്പാർ ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ കുറച്ച് സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് ചെയ്യണത്. ഇതിനകത്ത് മത്തങ്ങ, കുമ്പളങ്ങ ഇതൊന്നും ചേർത്തിട്ടില്ല. ചേന പിന്നെ അതുപോലെ തന്നെ പടവലങ്ങ ഇതൊന്നും ചേർക്കാതെയാണ് ഞാനിത് ഉണ്ടാക്കിയെങ്കിലും വളരെ ടേസ്റ്റാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.